ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻഫിനിക്സ് നോട്ട് 7 അങ്ങനെ ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനാണ്. റിയർ സൈഡിൽ നമുക്കൊരു ജെംസ് കട്ട് ടെക്സ്ചർ ഡിസൈനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റിയർ സൈഡിൽ നമുക്ക് OnePlus 8 കണ്ടതുപോലെയുള്ള ഒരു റൗണ്ട് കോഡ് ക്യാമറ സെറ്റപ്പും കോഡ് LED ഫ്ലാഷും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒരു സിംഗിൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ബെസൽസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ബെസൽസ് ആണ്. ഒരു ഹ്യൂജ് ലാർജ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ സൈസ് വരുന്നത് ഒരു 6.95 ഇഞ്ചിൻ്റെ ഒരു ഹ്യൂജ് ലാർജ് HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനിക്സിൻ്റെ പ്രീവിയസ് സ്മാർട്ട് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് തന്നെ ഇൻഫിനിക്സ് നടത്തിയിട്ടുണ്ട്. ഇതിൽ ഹീലിയോ ഒരു G70 എന്ന് പറയുന്ന ഒരു 12nm ഗെയിമിംഗ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണിത്. നെക്സ്റ്റ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും പിന്നെ ഒരു AI ലെൻസുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിന് താഴെയായിട്ട് തന്നെ നമുക്ക് ക്വാഡ് LED ഫ്ലാഷും കാണാനായിട്ട് സാധിക്കും. റിയർ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സൂപ്പർ ലോ ലൈറ്റ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷനും ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 16 മെഗാ പിക്സലിൻ്റെ സിംഗിൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് അൺലോക്ക് ഫെസിലിറ്റിയും അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഇൻഫിനിക്സ് നോട്ട് 7 ഒരു സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. DTSൻ്റെ സറൗണ്ട് സൗണ്ടും ഈ ഒരു ഡിവൈസിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ 5000 mAh മാസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഇൻഫിനിക്സ് നോട്ട് 7 കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. പ്രീവിയസ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ഫോൺസിലൊക്കെ 10 വാട്ടിൻ്റെ നോർമൽ ചാർജ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇതിൽ നമുക്ക് അവിടെയും ഒരു അപ്ഗ്രേഡ് നടത്തിയിട്ടുണ്ട്. 18 വാട്ടിന് ഫാസ്റ്റ് ചാർജ് നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് XOS 6.0 സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സിം സ്ലോട്ട് നോക്കുന്ന സമയത്ത് ഡുവൽ നാനോ സിം പ്ലസ് ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കിട്ടുന്നത്. ഡുവൽ വോൾട്ടേജ് ഡുവൽ വൈഫൈ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ്ങിനായിട്ട് നമുക്കിവിടെ മൈക്രോ USB പോർട്ടാണ് കിട്ടുന്നത്. Type-C അല്ല. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ Type-C ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 207 ഗ്രാമാണ്. കളർ ഓപ്ഷൻസ് വരുന്നത് 3 കളർ ഓപ്ഷൻസിൽ സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതർ ബ്ലാക്ക്, അതുപോലെ തന്നെ ബോൾവിയ ബ്ലൂ, നെക്സ്റ്റ് ഫോറസ്റ്റ് ഗ്രീൻ, ഇങ്ങനെ 3 കളർ ഓപ്ഷൻസിലാണ് സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ഇതിൻ്റെ റാം ആൻഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 4GB 64GB റാം വേരിയൻറ്റിന് 11,499 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമേ സ്മാർട്ട് ഫോൺ കിട്ടുന്നുള്ളൂ. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മികച്ച സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂസ് ഒക്കെ കണ്ടതിലൂടെ മനസ്സിലായത് ഇൻഫിനിക്സിൻ്റെ പ്രീവിയസ് സ്മാർട്ട് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫിനിക്സ് നോട്ട് 7 ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി ഇതിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹാൻഡ്സ് ഓൺ റിവ്യൂസ് ഒക്കെ കണ്ടതിലൂടെ മനസ്സിലായത്. സോ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബിഗ് ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാം നല്ല രീതിക്ക് ഇൻഫിനിക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഫുൾ HD+ ഡിസ്പ്ലേ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് 11,499 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസാണ്. അതിൽ ആദ്യത്തെ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ M2 ആണ്. സോ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6GB 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് 10,999 രൂപയാണ്. 10,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് 6.53 ഇഞ്ചസിൻ്റെ കുറച്ച് ചെറിയ ഡിസ്പ്ലേ ആണെങ്കിലും ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കാർഡ് സ്ലോട്ടും 5000 mAh ബാറ്ററി. പക്ഷേ ഇവിടെ ക്യാമറ നോക്കുന്ന സമയത്ത് 13 മെഗാ പിക്സലിൻ്റെ AI കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. MediaTekൻ്റെ ഹീലിയോ G80 ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക്
8 മെഗാ പിക്സലിൻ്റെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലാണ് സെൽഫി ക്യാമറ വരുന്നത്. നെക്സ്റ്റ് ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടറോള G9 എന്ന് പറയുന്നത്. ഇതിൻ്റെ 4GB 64GB ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 11,499 രൂപയാണ് പ്രൈസ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 20 വാട്ടിൻ്റെ ടർബോ പവർ ചാർജിങ് കിട്ടുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 7ൽ 18 വാട്ടിൻ്റെ ചാർജറായിരുന്നു കിട്ടിയിരുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ്ങിൽ മോട്ടറോളയുടെ G9 കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NFC, ഡുവൽ ബാൻഡ്, വൈഫൈ തുടങ്ങിയ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് റിയർ സൈഡിലാണ്. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് കിട്ടുന്നത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കിതിൽ 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ കിട്ടുന്നുള്ളൂ. ഇതിലും വരുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 662 ആണ്. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ G9 കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലെയും പ്രൈസ് ആൻഡ് റാം ആൻഡ് റോം വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് സെയിം ആണ്. നെക്സ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സിൻ്റെ തന്നെ ഇൻഫിനിക്സ് S5 Pro എന്ന് പറയുന്നത്. ഇതിൻ്റെയും 4GB 64GB ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ്, 11,499 രൂപ. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്കിവിടെ ഒരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 6.53 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ സൈസ് കുറവാണ്, പക്ഷേ ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി സെൻസർ, പിന്നെ ലോ ലൈറ്റ് സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിനാണ് ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത്. ബാറ്ററി നോക്കുന്ന സമയത്ത് 4000 mAh ബാറ്ററിയാണ്. സോ അവിടെ ഒരു ഡൗൺ ഗ്രേഡ് ആണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ പ്രോസസ്സർ നോക്കുന്ന സമയത്ത് MediaTekൻ്റെ Helio P35 ആണ്. സോ പ്രോസസ്സർ വൈസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വേണമെന്നുള്ളവർക്ക് ഇൻഫിനിക്സിൻ്റെ S5 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. റാം വേരിയൻറ്റും പ്രൈസും എല്ലാം എക്സാക്ട് സെയിം ആണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 11,499 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 7 എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഇൻഫിനിക്സ് പ്രീവിയസ് സ്മാർട്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ്സർ ആയാലും ഡിസ്പ്ലേ ആയാലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് ബൈ ഗൈസ്.